ഹായ് ഹലോ. ഇന്ന് നമുക്ക് പുതിയൊരു റെസിപ്പി തയ്യാറാക്കാം. അതിന് കുറച്ച് ചൗവരി എടുത്തിട്ടുണ്ട്, 2 ഉരുളൻകിഴങ്ങും എടുത്തിട്ടുണ്ട്. അത് ഉപ്പിട്ട് പുഴുങ്ങി വേവിച്ച് വെച്ചതാണ്. 2 ഉരുളൻകിഴങ്ങും ഒരു 3/4 പാത്രം ചൗവരി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക്. ഈ ചൗവരി ഒന്ന് വറുത്തെടുക്കാൻ പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചൗവരി ഇട്ട് കൊടുക്കാം. ചൂടായി വന്ന് നമുക്ക് ചൗവരി ഇട്ട് കൊടുക്കാം. ചെറിയൊന്ന് ചൂടാക്കിയാൽ മതി, വലുതായിട്ടങ്ങ് ചൂടാക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. വ്യത്യസ്തമായൊരു വിഭവം നമുക്കത് തയ്യാറാക്കേണ്ടത് വെച്ച്. നമ്മുടെ ചവ്വരിയെല്ലാം ചൂടായിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് ആക്കിയിട്ടുണ്ട്. നമുക്കത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചവ്വരിയെല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഉരുളൻകിഴങ്ങ് ഗ്രേറ്റ് ചെയ്യാം. നമ്മുടെ ഉരുളൻകിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് വെച്ച് നമുക്കിതിനകത്തോട്ട് കുറേശ്ശെ ഇടാം. ഉപ്പിട്ട് പുഴുങ്ങിയ ഉരുളൻകിഴങ്ങാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് പച്ചമുളക് ചതച്ചത്, ജീരകം പൊടിച്ചത്, ഇത്രയും മതി. നമുക്കിതൊന്ന് കൈവച്ചൊന്ന് ഇളക്കിയെടുക്കാം. ഇതിനകത്ത് പ്രത്യേകിച്ച് വെള്ളമൊന്നും നമ്മൾ ചേർക്കണ്ട. അത്യാവശ്യം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നല്ലോണം നമുക്ക് കുഴച്ചെടുക്കാം. കുഴച്ചെല്ലാം വെച്ച് ഇതേപോലെ ഉരുളകളാക്കി ഇങ്ങനൊരു പേപ്പർ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് നമുക്ക് മുറിച്ചെടുക്കാം. ഇങ്ങനൊരു വട്ടപാത്രം വെച്ചിട്ട് ഒരു അടപ്പ് വെച്ച് ഷേപ്പിന് ആക്കിയെടുക്കാം. നമ്മളിതേപോലെ ഷേപ്പിന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇപ്പം ഇങ്ങനെ കിട്ടിയാൽ ഇത് നമുക്ക് ദോശ തവയിൽ ചുട്ടെടുക്കാം. കുറച്ച് പൊടി ഇങ്ങനെ ഇടണം. നമ്മൾ പൊടി ഇട്ടിട്ട് മാവ് ഇങ്ങനെ കൊച്ചുരുളിയാക്കി വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. ഇതേപോലെ പരത്തിയിട്ട് പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഷേപ്പ് ചെയ്ത് പാത്രത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതേപോലെ ഓരോന്ന് നമുക്ക് ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു ദോശ തവ അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതേപോലെ തന്നെ ഓരോന്നോരോന്ന് ചുട്ടെടുക്കാം. പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം.
ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. പാടില്ല, ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിന്ന് ചുട്ടെടുത്താൽ മതി. ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. തിരിച്ചിട്ട് കൊടുക്കുക. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം. എല്ലാം ചുട്ടെടുത്ത് ലാസ്റ്റ് ചുടുകയാണ്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്, ചൊവ്വരി വെച്ചുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് നല്ലോണം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചമ്മന്തിയുടെ കൂടെയോ കടലക്കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. നമ്മുടെ ചൊവ്വരി ചുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. വ്യത്യസ്തമായ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ചൊവ്വരി വെച്ചാണ് നല്ല നൈസായിട്ട് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. വലിയ ചേരുവയൊന്നുമില്ല. ഉരുളൻകിഴങ്ങ്, ചൊവ്വരി, പച്ചമുളക്, ജീരകം, കുറച്ച് ഉപ്പും കൂടെ മതി. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്ക്. കഴിക്കാനൊക്കെ നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ചമ്മന്തിയുടെ കടലക്കറിയുടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതേപോലെ പുതിയ പുതിയ റെസിപ്പി ആയിട്ട് ഓരോ ദിവസം വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.